യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളും എക്കാലത്തും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം അവർക്ക് അനുവദിച്ച എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന്. നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളോടൊരു സന്ദേശമാണ് 128 സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ കൈയുടെ അധ്വാന ഫലം നീ അനുഭവിക്കും. ഒത്തിരി പേർക്ക് വിദ്യാഭ്യാസമുണ്ട്, ഒത്തിരി കഴിവുകളുണ്ട്, എന്നും ജോലിയുണ്ട്, പക്ഷേ അവരുടെ അധ്വാന ഫലം അവർക്ക് അനുഭവയോഗ്യമാകുന്നില്ല. ജീവിതത്തിൽ എന്തെല്ലാം നന്മ വന്നിട്ടും ഉയരത്തിൽ നിന്ന് വീണ് പൊട്ടിച്ചെതറുന്ന ഒരു ഐസ് കട്ടയെ പോലെ, ഉടഞ്ഞു ചെതറിപ്പോകുന്ന ഒരു ഗ്ലാസിനെ പോലെ നിങ്ങൾ കൊണ്ടുവരുന്ന സകല നന്മകളും ചെന്നി ചിതറിപ്പോകുന്ന അനുഭവമാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ ഈ സന്ദേശം ഇന്ന് നിങ്ങളോടുള്ള ഒരു ആത്മീക സന്ദേശമാണ്. രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ടൊരു കുഞ്ഞു മീനിനെ പോലും കിട്ടാതെ അധ്വാനത്തിന്റെ റിസൾട്ട് കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ പടക് തേടി യേശു ചെല്ലുകയാണ്. അവന്റെ കൈയുടെ അധ്വാന ഫലം അവൻ അനുഭവമാക്കി കൊടുക്കുവാൻ നിങ്ങളുടെ അധ്വാനത്തിനകത്ത് ദൈവമെന്ന 2 അക്ഷരം വന്നു ചേരണം. ഇവിടെ നമുക്കൊന്ന് പഠിക്കാം. ആ പടക് തേടിച്ചെന്നവന്റെ പടകിൽ കയറി പടകിലിരുന്നു കൊണ്ട് സുവിശേഷം വന്ന ജനത്തോട് വെളിപ്പെടുത്തിയ ശേഷം അല്പന സമയത്തേക്ക് പടക് വിട്ടു തന്നവനോട് പറയുക, വലയിറക്കിക്കോ, നിന്റെ അധ്വാനത്തിന്റെ റിസൾട്ട് നീ പ്രാപിക്കാൻ പോകുകയാണ്. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഇന്നലകളിലെ ശൂന്യതകൾ, ഇന്നലകളിലെ അധ്വാന ഫലം അനുഭവയോഗ്യമാകാതെ എന്നും കടം, എന്നും രോഗം, എന്നും പ്രതിസന്ധി, വിട്ടുമാറാത്ത ബാധ പോലെ നിന്റെ ജീവിതത്തെ വേട്ടയാടുന്ന ഈ അനുഭവങ്ങളെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നീ ലവലേശം കുലുങ്ങണ്ട. ഈ ദിവസങ്ങളിൽ നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഈ വർഷം തീരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ചിലരോട് ആത്മീക സന്ദേശം പറയുക. നിന്റെ അധ്വാനത്തിനകത്ത് ഒരു വിടുതൽ വ്യാപരിക്കാൻ പോകുകയാണ്. നിന്റെ സാമ്പത്തിക അനുഭവങ്ങൾക്കകത്ത് ഒരു വിടുതൽ വ്യാപരിക്കാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ നീ നിന്ദിക്കപ്പെടുമെന്ന് പറഞ്ഞ സ്ഥലത്തു തന്നെ നിന്നെ ദൈവം മാനിക്കുകയും നിന്റെ സ്ഥിതി മാറ്റുകയും ചെയ്യും. അർഹിക്കാത്ത നന്മകൾ കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ഒരിക്കൽ കൂടെ പറയാം, നിന്റെ കൈയുടെ അധ്വാന ഫലം. നമുക്കിങ്ങനെ പറയാം, എൻ്റെ കൈയുടെ അധ്വാന ഫലം ഞാൻ അനുഭവിക്കും, എനിക്ക് നന്മ വരും എന്ന് ഹൃദയം കൊണ്ട് പറയാം. ഒന്നിച്ച് കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ. കർത്താവേ, അവരുടെ അധ്വാനത്തിൻ്റെ റിസൾട്ട് അവരിൽ വെളിപ്പെട്ടു വരട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ അധ്വാനത്തിനകത്ത് ഒരു നല്ല റിസൾട്ട് ദൈവം തരാൻ പോവുക. അങ്ങനെ വിശ്വസിക്കാം. ഗോഡ് ബ്ലെസ് യു.